ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ നിയമന തട്ടിപ്പ് കേസിൽ ഹരിദാസിനെ പ്രതി ചേർക്കില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. അതുപോലെ കേസിലെ ഒന്നാം പ്രതി അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിയമന തട്ടിപ്പ് കേസിൽ ഹരിദാസിനെ പ്രതി ചേർക്കില്ല എന്നുള്ളൊരു വിവരം പുറത്തുവരുന്നു. അതിനുള്ള കാരണം എന്താണ്? അതുപോലെ അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടല്ലോ, ഇവരുടെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് നടക്കുക? വിശദാംശം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് സംഘം നിയമോപദേശം തേടിയത്. അവർക്ക് കിട്ടിയ നിയമോപദേശം ഇങ്ങനെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പരാതിക്കാരനായ അല്ലെങ്കിൽ പരാതി നൽകിയ ഹരിദാസനെതിരെ അല്ലെങ്കിൽ ഹരിദാസനെ അറസ്റ്റ് ചെയ്യാനോ കേസിൽ പ്രതി ചേർക്കാനോ പാടില്ല എന്നായിരുന്നു. സാക്ഷിയാക്കി അന്വേഷണം തുടരാം, എന്നാൽ കൂടുതൽ തെളിവുകൾ കിട്ടുന്നതനുസരിച്ച് ഇയാളെ വേണമെങ്കിൽ പ്രതി ചേർക്കാം. നിലവിലെ സാഹചര്യത്തിൽ പ്രതി ചേർക്കണ്ട എന്നുള്ള ഉപദേശമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ കണ്ടോൺമെന്റ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ 3-4 ദിവസമായി ഹരിദാസനെ നിരന്തരം പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയാക്കിയ അഖിൽ സജീവിനെ പത്തനംതിട്ട പോലീസ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലെത്തി അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി 4 പേരെയും, അതായത് ബാസിദ്, ഒപ്പം റഹീസ്, അഖിൽ സജീവ്, കൂടാതെ പരാതിക്കാരനായി അന്നറിയപ്പെട്ടിരുന്ന ഹരിദാസ്, ഇവരെ 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിലെ നീക്കം. ഇതനുസരിച്ച് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. പ്രധാനമായും ഇവർക്കെതിരെ ഇടുന്ന വകുപ്പുകൾ ഒന്നും തന്നെ തീരുമാനിച്ചില്ല എങ്കിൽ പോലും ഇപ്പോൾ വ്യാജരേഖ ചമയ്ക്കലും അതുപോലെ തന്നെ പണം തട്ടിയെടുക്കലും ഉൾപ്പെടെയുള്ള കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വേണ്ടി ഇതിൽ കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ ചേർക്കണമോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നത് ഇന്ന് ഇവരെ എല്ലാവരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഹരിദാസനെ പ്രതി ചേർക്കണമോ അല്ലെങ്കിൽ സാക്ഷിയാക്കി തുടർന്നാൽ മതിയോ എന്നുള്ള കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ കഴിയുന്നതുവരെ ഹരിദാസനെ കേസിലെ പ്രതിയാക്കുക അല്ലെങ്കിൽ ഹരിദാസനുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ല. അത്തരത്തിലൊരു നിയമോപദേശമാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പോലീസ് ഈ സംഘവുമായി ബന്ധപ്പെട്ട പുറത്തുനിന്ന് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സംഘത്തിന് പിന്നിൽ മറ്റേതെങ്കിലും ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കാരണം ഹരിദാസും ബാസിദുമാണ് സെക്രട്ടേറിയറ്റിലെത്തിയത്. അന്ന് ഹരിദാസ് ആദ്യം ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനായ അഖിൽ മാത്യുവിന് പൈസ കൈമാറിയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ആ മൊഴി മാറ്റി പറയുകയായിരുന്നു. ഇതിന്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ ബാസിദാണെന്ന് പറഞ്ഞു. ബാസിദ് പഴയ ഒരു AUIF നേതാവും CPI നേതാവും ഒക്കെ ആയിരുന്നു. ഇയാളാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ എന്ന നിലയിൽ പോലീസും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാസിദ് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടോ, സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച ഇത്തരം നിയമന തട്ടിപ്പ് അല്ലെങ്കിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിന് വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേരെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ തുടങ്ങുക. എന്തായാലും അഖിൽ സജീവിനെ ഇപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. ഈ 5 ദിവസം കൊണ്ട് അഖിൽ സജീവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. കാരണം കേസിന്റെ ആദ്യ നാളുകളിൽ തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഖിൽ സജീവിനും ഒപ്പം ലെനിൻ രാജുവിനും ഈ പരാതിക്കാരനായ ഹരിദാസ് പൈസ കൈമാറിയിരുന്നതിനുള്ള ബാങ്ക് രേഖകൾ ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൈക്കൂലി വാങ്ങിയിട്ടുള്ളതായി ഉള്ള വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ലെനിൻ രാജ ഇപ്പോഴും ഒളിവിലാണ്. ബാസിദിനെയും ഒപ്പം ഹരിദാസിനെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് 2 പ്രാവശ്യം വിവിധ സമയങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പഴയപടി ഉള്ള വിവരങ്ങളാണ് ലഭ്യമായിരുന്നത്. അവസാനം ബാസിദാണ് സൂത്രധാരെന്ന് പോലീസിന് വ്യക്തമാവുകയും ബാസിദ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇവിടെ ഓഫീസിനെതിരായ നിയമന കൊഴക്കേസിൽ ഹരിദാസിനെ പ്രതിയാക്കില്ല, ആവശ്യമെങ്കിൽ മാത്രം പ്രതിയാക്കാമെന്നാണ് നിയമോപദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ കേസിലെ ഒന്നാം പ്രതി അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിവരങ്ങളാണ് ബിനോയ് നൽകിയത്.